ഓം അന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന കഥാ മഹ്യം ദദാതി. വന്ദേഹം ശ്രീഗുരോൻ ശ്രീയുതാപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ ഗുണാതാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം ദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദേ പാശ്ചാത്യ ദേശതാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത ജയപതാക സ്വാമിനിതി നാമിനെ നമ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. സോ ഇന്ന് നമുക്ക് ലാസ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ആരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? ഏത് മഹാവൈഷ്ണവൻ? ലാസ്റ്റ് ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടു, അതിനെ കുറിച്ച് ഇത്തിരി ഡിസ്കസ് ചെയ്തു. പക്ഷെ മേജർലി കുറെ നേരം ആരെ കുറിച്ചാണ് ചർച്ച ചെയ്തത്? ശ്രീവാസ് അപ്പൊ ശ്രീവാസ് ഠാക്കൂർ കുറിച്ച് ഒരു 2-3 ലീലകൾ കേട്ടു. സോ ഇന്ന് നമുക്ക് ശ്രീവാസ് ഠാക്കൂറിന്റെ വേറെ ഒരു ലീല കേൾക്കാമോ, അതോ നമുക്ക് വേറെ ഒരു ആചാര്യന്റെ ടോപ്പിക്കിലേക്ക് പോവാമോ? ശ്രീവാസ് ഠാക്കൂറിന്റെ ഫുൾ ആക്കിയതിനു ശേഷം വേറെ മതി മാതാജി. ശരി. ശ്രീവാസ് ഠാക്കൂറിന്റെ കഥ ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഡിവോട്ടീസിന്റെ ഗ്ലോറീസ് അനന്തമാണ്, അതിന് ഒരു ലിമിറ്റ് ഇല്ല. എന്നാലും ശ്രീവാസ് ഠാക്കൂറിനെ കുറിച്ച് തന്നെ നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ എത്രയോ നാട്ടിൽ പോകും. ചൈതന്യ ചരിതാമൃതത്തിലും ചൈതന്യ ഭാഗവതത്തിലും ശ്രീവാസ് ഠാക്കൂറിന്റെ മഹിമ അത്രയ്ക്കും ഉണ്ട്. സോ നമുക്ക് ഇന്ന് ഒരു ലീല കൂടി കേൾക്കാം, ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ ഒരു സംഭവം. യെസ്, താങ്ക് യു മാതാജി. ചൈതന്യ മഹാപ്രഭു ഈ സങ്കീർത്തൻ മൂവ്മെന്റ്, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഉറക്കമായിട്ട് കീർത്തനം ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം, അത് ഫസ്റ്റ് തുടങ്ങി വെച്ചത് ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് ശ്രീവാസ് ആംഗൻ, അതാണ് നമ്മുടെ ഈ സങ്കീർത്തൻ മൂവ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് പ്ലേസ്, തുടങ്ങുന്ന സ്ഥലമാണ് ശ്രീവാസ് ആംഗൻ. അത് അവിടെ ആയതുകൊണ്ട് അവിടെ കുറെ ലീലകൾ മഹാപ്രഭു ചെയ്തു. ഒരു ലീല നമുക്ക് അറിയാം, അത് എന്നും മഹാപ്രഭു ചെയ്തത് അവിടെ പോയി കീർത്തനം ചെയ്യുന്നു. അപ്പോ പോവും, ഫുൾ ഡേ കീർത്തനം ചെയ്യും. പിന്നെ ഈവനിങ് നൈറ്റ് ആവുമ്പോ എല്ലാ ഡിവോട്ടീസും ഇവിടെ പറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി ഉറങ്ങും. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ വെയിറ്റ് ചെയ്യും, നമുക്ക് എപ്പോ ശ്രീവാസാഗർ വീട്ടിലേക്ക് പോകും. അവരുടെ വീട്ടിൽ പൂജയൊക്കെ ചെയ്തിട്ട് ഗംഗയുടെ സ്നാനം ചെയ്തിട്ട് പ്രസാദം കഴിച്ചിട്ട് അവരൊക്കെ ശ്രീവാസാഗറുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് തിരിച്ച് അവർ കീർത്തനം ചെയ്യും. സോ കാണുമ്പോ ഈ നവദ്വീപ് ധാമിലുള്ള ഈ ഭക്തന്മാരല്ല, ശുദ്ധ ഭക്തന്മാരല്ല, ഒരു ജോലിക്കും പോകുന്നില്ല അങ്ങനെ തോന്നും. രാവിലെ എണീക്കുന്നുണ്ട്, കീർത്തനിലേക്ക് വരുന്നുണ്ട്, ഫുൾ ഡേ കീർത്തനം ചെയ്യുന്നുണ്ട്, തിരിച്ച് നൈറ്റ് പോകുന്നുണ്ട്. അപ്പൊ ഇവർ എന്ത് ജോലി ചെയ്യുന്ന, എവിടെ നിന്ന് ഇവർക്ക് കാശ് കിട്ടുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി? ഇത് എങ്ങനെ? അപ്പൊ ഈ പ്രശ്നം നമുക്കൊക്കെ ഉണ്ടാവാൻ അറിഞ്ഞിട്ട് മഹാപ്രഭു അതിനു വേണ്ടി ഒരു ലീല ചെയ്തു. അപ്പൊ ഒരു ദിവസം, ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹം വിദ്യ പഠിപ്പിച്ച് അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു
ആ സമയത്ത് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ശിഷ്യന്മാരൊക്കെ റൈസ്, വെജിറ്റബിൾസ് ഇതൊക്കെ ദക്ഷിണയായിട്ട് തരും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ബ്രാഹ്മണനായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടില് ദക്ഷിണ എപ്പോഴും വരുമായിരുന്നു. പക്ഷെ ശ്രീവാസ് ഠാക്കൂർ അങ്ങനെ പഠിപ്പിക്കുന്നത് എന്തോ ചെയ്തില്ല. ഹി വാസ് നോട്ട് എ ടീച്ചർ. ഇപ്പൊ അദ്വൈതാചാര്യ നോക്കിയ അദ്വൈതാചാര്യ ഒരു വെരി റിച്ച് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം ധനവാൻ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വൈഫും വളരെ റിച്ച് ഫാമിലിയാണ്. അപ്പോൾ അവർ അങ്ങനെ ഉണ്ടായിരുന്നു. പ്ലസ് അവർ ഒരു വളരെ സീനിയർ ബ്രാഹ്മണനാണ്. അവർക്ക് എപ്പോഴും പല പല വീട്ടിലൊക്കെ ഉള്ള വിശേഷത്തിന് വിളിക്കും, ദക്ഷിണ കൊടുക്കും. അങ്ങനെ ഉള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. നമുക്ക് അക്കാലത്ത് നോക്കിയാ 500 years ago അവരവരുടെ ആശ്രമം അനുസരിച്ച് അവർ ജോലി ചെയ്യും. അതായത് എല്ലാ വ്യക്തികളും ഒരു ജോലിക്ക് പോകുന്നത്, ശമ്പളം മേടിക്കുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഈ വർണ്ണാശ്രമ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു. ഈ ബ്രാഹ്മണന്മാരൊക്കെ അക്കാലത്ത് ദക്ഷിണ കൊണ്ട് തന്നെ ജീവിക്കും. എത്ര ദക്ഷിണ ആയാലും അവർ ഒരു ജോലിക്ക് പോകും അങ്ങനെയല്ല. ഒന്നെങ്കിൽ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഒരുത്തരുടെ വീട്ടിലോ പോയിട്ട് ദേ വിൽ ടീച്ച്, പഠിപ്പിച്ചു തരും. വേദങ്ങളോ സംസ്കൃതമോ എന്തെങ്കിലും പഠിപ്പിച്ചു തരും. അപ്പൊ അവർക്ക് ദക്ഷിണ കിട്ടും. അല്ലെങ്കിൽ യജ്ഞമോ അനുഷ്ഠാനങ്ങളോ ചെയ്തു തരും. അപ്പൊ അതിൽ അവർക്ക് ദക്ഷിണ കിട്ടും. അപ്പൊ അതുപോലെയാണ് ബ്രാഹ്മണന്മാരൊക്കെ ജീവിച്ചത്. അതുപോലെ വൈശ്യന്മാരൊക്കെ അവർക്ക് അവരുടെ ലാൻഡ് ഉണ്ടായിരുന്നു, കൃഷി ചെയ്യും. പിന്നെ മാടുണ്ടായും. ഘോഷ് എന്ന് പറയും ഇവരൊക്കെ. ഈ മായാപ്പൂരിൽ ഇപ്പോഴും ആരൊക്കെ മാട് മേച്ച് പാല് വിൽക്കുന്നുണ്ടോ അവർക്കൊക്കെ ഘോഷ് എന്ന് പറയും. മഹാപ്രഭുടെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു, ഘോഷ് എന്ന് പറയും. സോ അവർക്ക് ഈ ഘോഷ് കമ്മ്യൂണിറ്റി അവർക്ക് വൈശ്യர்களാണ്. അവർ പശുമാടിനെ നന്നായിട്ട് നോക്കും, പശു വളർത്തും, നന്നായിട്ട് അവർ നോക്കും. അവരുടെ വയസ്സാം കാലത്ത് അവർ നോക്കിയിട്ട് പാല് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അവരുടെ ലൈഫ് വാസ് ഗോയിങ് ഓൺ. അതുപോലെ ക്ഷത്രിയന്മാർ ഉണ്ടായിരുന്നു, ജമീന്ദാരൊക്കെ. അവരൊക്കെ അവരുടെ ഇലാക്കാവിനെ നോക്കും. ആൻഡ് ടാക്സ് കിട്ടും അവർക്ക്. ടാക്സ് കളക്ട് ചെയ്ത് മുഗൾ രാജ്യത്തിന് കൊടുക്കും. ആ ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന സർവീസിന് വേണ്ടി അവർക്ക് ഒരു കമ്മീഷൻ കിട്ടും. സോ അങ്ങനെ ഓരോരോ ക്ലാസ്സും ഓരോരോ ആശ്രമവും ഓരോരോ വർണ്ണവും അവരുടെ വർണ്ണം അനുസരിച്ച് അവർ ജോലി ചെയ്തു. അപ്പൊ ശ്രീവാസ് ഠാക്കൂർ നോക്കിയാൽ അദ്ദേഹം ബ്രാഹ്മണനാണ്. പക്ഷെ അദ്ദേഹം ആർക്കും ഒരു ടീച്ചിങ്ങോ ഒരു ഇതോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ദക്ഷിണ വാങ്ങിക്കുന്ന ഒരു സംഭവം നമുക്ക് എവിടെയും ചെയ്താൽ വായിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇത്ര വലിയ വീട്, ഇത്ര ബ്രദേഴ്സിന്റെ വൈഫ്, മക്കള്, അവരുടെ അമ്മ, ഇത്ര പേർ എങ്ങനെ ജീവിച്ചു? എങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു? എങ്ങനെ? ഇത് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോ ഇത് നമുക്കൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു ഒരു ലീല ചെയ്തു. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു അവരുടെ വീട്ടിലേക്ക് രാവിലെ വന്നപ്പോ മഹാപ്രഭു ചോദിച്ചു ശ്രീവാസ് ഠാക്കൂറോട്, ശ്രീവാസ്, നീ എപ്പോഴും എന്റെ കൂടെ കീർത്തനം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ നീ നിന്റെ ലൈവ്ലിഹുഡ്, നിന്റെ ജീവിതത്തിന് വേണ്ടി എന്ത് ജോലി ചെയ്യുന്നുണ്ട്? എങ്ങനെ നിന്റെ ജീവിതം ഗോയിങ് ഓൺ? അങ്ങനെ ചോദിച്ചപ്പോ ശ്രീവാസ് ഠാക്കൂർ എന്ത് ചെയ്തു? ആർക്കെങ്കിലും അറിയാമോ ഈ പാസ്റ്റ് ടൈം ശ്രീവാസ് ഠാക്കൂർ അപ്പൊ എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ലാസ്റ്റ് ടൈം ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ. സോ കാക്ക കൊണ്ടു കൊടുത്തതൊക്കെ പറഞ്ഞു മാതാജി. കാക്ക കൊണ്ടുവന്ന് മറ്റേ നിത്യാനന്ദ പ്രഭുവിന്റെ അത്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ക്ലാസ് ഞാൻ നേരത്തെ ഒരു വർഷം മുൻപ് എടുത്തല്ലോ. അപ്പോ ഉണ്ട് ഡിവോട്ടീസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്നു? ഓക്കെ. സോ അപ്പോ മഹാപ്രഭു ഇങ്ങനെ ചോദിച്ചപ്പോ ശ്രീവാസ് ഠാക്കൂർ വീടിന്റെ പുറത്ത് പോയിട്ട് 3 ദിവസം കൈത്തട്ടി. 1, 2, 3. മഹാപ്രഭു ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താ? അപ്പോ ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ഇതിന്റെ അർത്ഥം ഞാൻ 3 ദിവസം വെയിറ്റ് ചെയ്യും. അതായത് ശ്രീവാസ് ഠാക്കൂർ പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവോട്, ഞാൻ ഫുള്ളായിട്ട് ഭഗവാൻ കൃഷ്ണന് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഞാൻ കൃഷ്ണ ഭക്തി അല്ലാതെ വേറെ ഏത് കാര്യവും ചെയ്യുന്നില്ല. അപ്പൊ എന്നെ നോക്കേണ്ട
ജോലി ആരുടെ കടമയാണ് എന്നെയും എന്റെ ഫാമിലിയും നോക്കുന്നത്? കൃഷ്ണന്റെ കടമ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഒരു ഭക്തന് വേണ്ടി ഭക്തൻ എപ്പോഴും മച്ചിത്ത മത്കൃത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്ത മാം നിത്യം തുഷ്യന്തിച്ച് രമന്തിച്ച്. അതായത് എന്നെ നമസ്കരിച്ച് എപ്പോഴും എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എന്റെ ലീലകൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ വ്യക്തിക്ക് അവർക്ക് എന്ത് വേണമോ അത് ഞാൻ തരും, അത് ഞാൻ സൂക്ഷിക്കും. ഇതിന്റെ ശ്ലോകം ഏതാ? ഈ അർത്ഥമുള്ള ശ്ലോകം ഭഗവത്ഗീതയിൽ ये जना पर्युपासते പിന്നെ ലാസ്റ്റ് യോഗക്ഷേമം വഹാമ്യഹം. തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമം വഹാമ്യഹം ഭഗവാൻ പറയുന്നുണ്ട്. സോ അപ്പൊ ശ്രീവത്സവർ പറയുന്നുണ്ട്, ഞാൻ അതനുസരിച്ച് ജീവിക്കുന്നതാണ്. ഞാൻ ഫുള്ളായിട്ട് എപ്പോഴും ഭഗവാന്റെ സേവയിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്നെ നോക്കുന്ന എനിക്ക് ഫുൾ ഫെയ്ത്ത് ഭഗവാൻ നോക്കിക്കോളും. ഞാൻ എന്തും ചെയ്യണ്ട, ഞാൻ പേഴ്സണലായിട്ട് ഞാൻ എന്തും ചെയ്യണ്ട, ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യണ്ട, ഭഗവാന് പ്രോപ്പറായിട്ട് സർവ് ചെയ്താൽ ഭഗവാൻ നോക്കിക്കോളും എന്ന ആ ഒരു ഫുൾ ഫെയ്ത്തും കൺവിക്ഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, അപ്പോ വൺ ഡേ ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. എന്റെ വീട്ടിൽ എന്തെങ്കിലും ഭഗവാൻ അറേഞ്ച്മെന്റ് ചെയ്യും. ആരോ എന്തെങ്കിലും കൊണ്ടുതരും, ഇത് പ്രഭു ഇത് വെച്ചോളൂ, അപ്പൊ അങ്ങനെ എന്റെ റൈസോ എന്തെങ്കിലും തരും. അതുപോലെ ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഒരു ദിവസം ഒന്നും വന്നില്ലെങ്കിൽ അതുപോലെ സെക്കൻഡ് ഡേ രണ്ടാമത്തെ ദിവസം വെയിറ്റ് ചെയ്യും. അന്നും ദൈവാധീനം കൊണ്ട് ഏതൊരു ഐറ്റമോ ഏതൊരു പ്രസാദമോ എന്തോ വീട്ടിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ അന്നും പട്ടിണിയിരിക്കും. തേർഡ് ഡേ മൂന്നാമത്തെ ദിവസവും ഞാൻ വെയിറ്റ് ചെയ്യും. അന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരോ, അതെങ്കിലും ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. അന്നും ഭഗവാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ 3 ദിവസം ഭഗവാൻ ഞങ്ങളെ പട്ടിണിയിട്ടെങ്കിൽ അപ്പോൾ ഞാൻ അടുത്ത ദിവസം 4ാമത്തെ ദിവസം ഞാൻ നേരെ പോയി ഗംഗയിൽ ചാടി ഐ വിൽ ഡ്രൗൺ മൈസെൽഫ്, ഞാൻ മരിച്ചു പോകും. ബിക്കോസ് ഭഗവാൻ അപ്പൊ എന്ത് വിചാരിക്കുന്നുണ്ട്, ശരി 3 ദിവസം ഒന്നും തന്നില്ലെങ്കിൽ അപ്പൊ ഇനി നീ ജീവിക്കണ്ട, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും. ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഷോക്കായി. ഇതെന്താ ഇങ്ങനെ, ഇപ്പൊ നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താ ഒരു വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗൃഹസ്ഥനാണല്ലോ, അങ്ങനെ നമുക്ക് തോന്നുന്നത്. ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയേ ഇല്ലല്ലോ, ഇതെങ്ങനെ ഇങ്ങനെ ചെയ്താ വാട്ട് ഇസ് ദ മീനിങ്? അപ്പോ ചൈതന്യ മഹാപ്രഭു ഇത് കേട്ടിട്ട് പെട്ടെന്ന് ഒന്നും പറഞ്ഞില്ല. ശേഷം മഹാപ്രഭു വളരെ സന്തോഷത്തോടെ മഹാപ്രഭു ചാടി കളിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ശ്രീവാസ് ഠാക്കൂറോട്, നിന്റെ ആ ഒരു ഭഗവാന്റെ പ്രത്യുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് എത്ര ഗ്രേറ്റ് ആണ് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയ്ക്ക് ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് ഭഗവത്ഗീത ഉണ്ടെങ്കിൽ അത് സത്യമാണ്. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് നിനക്ക് മാത്രമല്ല, എന്റെ എൻറ്റയർ ഫാമിലി ആരും ഇങ്ങനെ പറയുന്നില്ല, ഒരു ജോലിക്കും പോവാത്ത, എപ്പോഴും ഭക്തി ചെയ്യുന്നുണ്ട്, എങ്ങനെ കാര്യങ്ങൾ നടക്കും, പോയി ജോലി ചെയ്യൂ, അങ്ങനെ എന്റെ ഫാമിലി പറയുന്നില്ല. ആ ഫാമിലിയും ഈ വിശ്വാസം ഫുള്ളായിട്ടുണ്ട് അവർക്ക്. അങ്ങനെയുള്ള ഒരു ഗ്ലോറിയസ് ഫാമിലി ആയിരുന്നു അവരുടേത്. ആ ഫുൾ ഫാമിലിക്ക് ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു ശ്രീവാസ് ഠാക്കൂർ പ്രതി, ഭഗവാനിന്റെ പ്രതി. അപ്പൊ ചൈതന്യ മഹാപ്രഭു അപ്പൊ പറയുന്നുണ്ട്, ശ്രീവാസ് ഠാക്കൂരുടെ വീട്ടില് എവറി ഡസ്റ്റ്, ഓരോരോ ധൂളിക്കും ഡസ്റ്റ് പാർട്ടികൾക്കും ഈ 3 ലോകത്തിനും ലിബറേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തിയുണ്ട്. മഹാപ്രഭു പറഞ്ഞു, നിന്റെ വീട്ടിലുള്ള ഓരോരോ ഡസ്റ്റ് പാർട്ടികൾക്കും നമ്മുടെ ഈ 3 ലോകം ഉണ്ടല്ലോ, അപ്പർ പ്ലാനറ്റ്, മിഡിൽ പ്ലാനറ്റ്, ലോവർ പ്ലാനറ്റ്, ഈ 3 ഭൂവർ സ്വർ 3 ലോകത്തിനും എല്ലാ ജീവരാശിക്കും ലിബറേഷൻ, മുക്തി തരാനുള്ള ഒരു ശക്തി നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരോ ഡസ്റ്റ് പാർട്ടികൾക്കും ഉണ്ട്. അത്ര സ്പെഷ്യലാണ് എന്റെ ഈ വീടും എന്റെ ഈ ഫാമിലിയും.
ആൻഡ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഫാമിലിയാണ് നിന്റെ ഫാമിലി. അങ്ങനെ ചൈതന്യ മഹാപ്രഭു പറയുമ്പോൾ എല്ലാ ഭക്തന്മാരും അവിടെ വരുന്നുണ്ട്. കീർത്തനം ചെയ്യാൻ വേണ്ടി വന്ന ഭക്തന്മാരാണ്. എല്ലാവരും ജയധ്വനി ഹരിബോലൊക്കെ പറഞ്ഞ് ശ്രീവാസ് ഠാക്കൂറിനെ അഭിനന്ദിക്കുന്നുണ്ട്. സോ ഈ വിശ്വാസമാണ് ശ്രീവാസ് ഠാക്കൂറിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോ നമ്മുടെ ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട്, ഭക്തിവിനോദ് ഠാക്കൂറൊക്കെ പറയുന്നുണ്ട്, എങ്ങനെ ഈ വിശ്വാസം ഫുള്ളായിട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ശ്രീവാസ് ഠാക്കൂറിനെ പോലെ ജീവിക്കാൻ കഴിയും. ഇപ്പോ ഈ കഥ കേട്ടിട്ട് ചില പേർക്ക് തോന്നാം, അപ്പൊ ഞാനും ശ്രീവാസ് ഠാക്കൂറിനെ പോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ട് ഒരു ജോലിക്കും പോകണ്ട, ഭഗവാനെ നോക്കിക്കോളും. ഭഗവാൻ നോക്കിക്കോളും. പക്ഷെ ശ്രീവാസ് ഠാക്കൂറിനെ പോലെ 24 hours നമുക്ക് ഭഗവാന്റെ ചിന്തയിൽ തന്നെ ഉണ്ടാവണം. ഭക്തിനെ ഒരു റീസൺ ആയിട്ട് ആക്കിക്കൊണ്ട്, ഒരു എക്സ്ക്യൂസ്, ഒരു പ്ലെയിൻ ഒരു റീസൺ ആയിട്ട് ആക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ എന്തും ജോലി ചെയ്യേണ്ട, ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിരിക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഭഗവാൻ വിൽ നോട്ട് ഗിവ് എവറിത്തിങ്. ഭഗവാൻ എന്തിനാ ഫുള്ളായിട്ട് ശ്രീവാസ് ഠാക്കൂറിന് വേണ്ടി എല്ലാം ചെയ്യുന്നത്? സ്വയം ചൈതന്യ മഹാപ്രഭു തന്നെ ഭഗവാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും ഉള്ളത്. നിത്യാനന്ദ പ്രഭുവാണ് മഹാവിഷ്ണു, ബലറാമർ, ഈ സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ ചതുർവ്യൂഹത്തിന് ഇൻചാർജാണ്. ഈ ഫുൾ ബ്രഹ്മാണ്ട സൃഷ്ടിയൊക്കെ നിത്യാനന്ദ പ്രഭുയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. നിത്യാനന്ദ പ്രഭുവാണ് അനന്തശേഷ്. ഈ അനന്തശേഷാണ് ഈ എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ചിട്ട്, അനന്തശേഷ് എത്ര വലുതാണെന്ന് വെച്ചാൽ, ഈ എല്ലാ നമ്മുടെ ലോകം ഒരു ലോകമാണ്, ഈ എർത്ത് പ്ലാനറ്റ് ഒരു ലോകമാണ്. ഇതുപോലെ 14 ലോകവും ഒരു ബ്രഹ്മാണ്ടമാണ്. ഇതുപോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും അനന്തശേഷ് അദ്ദേഹത്തിന്റെ ശിരസിൽ ബാലൻസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇപ്പൊ നമ്മളൊക്കെ ഈ ലോകമൊക്കെ ഉള്ളത് അനന്തശേഷിന്റെ ശിരസിലാണ്. അപ്പോ അനന്തശേഷ് ശിരസിൽ ഇത്ര ബ്രഹ്മാണ്ടങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ അനന്തശേഷിന്റെ മസ്തകത്തിൽ കടുകിനെ പോലെ ഉണ്ടാവും ബ്രഹ്മാണ്ടങ്ങളൊക്കെ. അപ്പൊ അനന്തശേഷ് എത്ര വലിയ ഒരു പേഴ്സൺ ആണ്, എത്ര ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആണ്. ഈ ഭൂലോകത്തിന്റെ എൻറ്റയർ വെയിറ്റ്, ഭൂലോകം മാത്രമല്ല 14 ലോകവും അതുപോലെ എത്രയോ ബ്രഹ്മാണ്ടങ്ങളും അത്രയ്ക്ക് വെയിറ്റ് അദ്ദേഹത്തിന് കടുകിനെ പോലെയാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ. അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം എപ്പോഴും എക്സ്റ്റസിയിലാണ്. എന്തിനാ? അദ്ദേഹത്തിന് അനന്തശേഷിന് 1000 ശിരസുകളുണ്ട്, 1000 ഹുഡ്സ്. സർപ്പത്തിന് ഉണ്ടാവില്ലേ ഹുഡ്, ഹെഡ്, ശിരസ്, അതുപോലെ 1000 ഉണ്ട് അദ്ദേഹത്തിന്. അതിൽ 1000 വായി കൊണ്ട് അദ്ദേഹം എപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ ലീലകളൊക്കെ പറയുന്നുണ്ട്. അപ്പോ എല്ലാ ആചാര്യന്മാരും ഇടയ്ക്കിടയ്ക്ക് ഇത് പറയും, അവരുടെ പാട്ടിലൊക്കെ, പിന്നെ നമ്മുടെ ഭാഗവതത്തിലൊക്കെ പറയും. അനന്തശേഷ് അദ്ദേഹത്തിന്റെ അനന്തമായ വായു കൊണ്ട് എപ്പോഴും അനന്തകാലം തൊട്ട്, ഇന്നോ ഇന്നലെയോ അല്ല, ഫ്രം എറ്റർണിറ്റി അദ്ദേഹം ഈ കീർത്തനം ചെയ്യുന്നുണ്ട് ഭഗവാന്റെ ലീലകൾ. ഇന്നും ലീലകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ലീലകൾ എത്രയാ? നമുക്ക് ഒരു ജീവിതമല്ല, പല ജീവിതമല്ല, ഭഗവാൻ നിത്യലീല ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ലീലകൾ നമ്മൾ പറയാൻ ഒരു എൻഡ് തന്നെ ഉണ്ടാവില്ല. പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടേ പോവാം. പ്യുവർ ഡിവോട്ടീസ് ഒക്കെ അങ്ങനെ ചെയ്യും. ബിക്കോസ് അവർക്ക് ഭഗവാനോട് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവർക്ക് ഭഗവാൻ ലീലകളൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ എറ്റേണലായിട്ട് ലീലകളുടെ ഗുണമഹിമ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അവർക്ക് ബോറടിക്കത്തേ ഇല്ല. എനിക്ക് ബോറായി, എത്ര ഈ ലീല തന്നെ എത്ര പ്രാവശ്യം പറയും? അങ്ങനെയല്ല. അവർ ഒരു ലീല തന്നെ തിരിച്ച് പറഞ്ഞാലും അതിലെ പുതുതായിട്ടുള്ള രസങ്ങൾ അവർക്ക് അനുഭവിക്കാം. സോ അനന്തശേഷ് അത്ര വലിയൊരു ആളാണ്. അപ്പോ അനന്തശേഷാണ് നിത്യാനന്ദ പ്രഭുയുടെ ഒരു അംശം. അത്ര വലിയൊരു ഭഗവാൻ നിത്യാനന്ദ പ്രഭു സ്വയം ശ്രീവാസ് ഠാക്കൂരുടെ വീട്ടില് ഒരു ചെറിയ കുട്ടീനെ പോലെ, അവരുടെ കുട്ടീനെ പോലെ അവിടെ ഉണ്ട്. അവരുടെ സ്വന്തം മകനായിട്ട് അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മാലിൻ ദേവിയുടെ കൈ കൊണ്ട് നിത്യാനന്ദ പ്രഭു കഴിക്കും. അവരുടെ വീട്ടിലേക്ക് തന്നെ താമസിക്കും. സോ ഇത്ര ഒരു സ്പെഷ്യാലിറ്റി ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു ശ്രീവാസ് ഠാക്കൂരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അപ്പൊ ശ്രീവാസ് ഠാക്കൂറിന്റെ മുമ്പ് എത്രയാണ്? അപ്പൊ അവർക്ക് ഈ ദൃഢ വിശ്വാസം
ഫെയ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡിവോഷണൽ ലൈഫിൽ. നമ്മൾ കേൾക്കുന്ന ഇപ്പൊ ഹരിനാമത്തിന്റെ മഹിമ എത്രയോ കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ. ഹരിനാമം ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പാവങ്ങളും നാശമാകും. അങ്ങനെ ഹരിനാമത്തിന്റെ അത്രയ്ക്ക് മഹിമ ഉണ്ട്. ഹരിനാമം ഒരു കോൺസെൻട്രേഷൻ അല്ലാതെ വെറുതെ അജാമിൽ അദ്ദേഹത്തിന്റെ മകനെ ഓർത്ത് നാരായണ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ വിഷ്ണുദൂതർ എത്തി. അപ്പോ അതാണ് ഹരിനാമത്തിന്റെ ശക്തി. ഭഗവാന്റെ നാമവും ഭഗവാനും അഭിന്നമാണ്. അപ്പൊ എന്റെ പേര് അന്തരംഗ തുളസി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവില്ല, എന്റെ പേര് മാത്രമേ ഉണ്ടാവില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ നാമവും ഭഗവാൻ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ നാമത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ പൊട്ടൻസി ഉണ്ട്. അപ്പൊ നമുക്കതെന്താ അനുഭവിക്കാതെ? ബിക്കോസ് നമുക്ക് ഈ കേൾക്കുന്ന ഹരിനാമത്തിന്റെ മഹിമയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതില് ഫുൾ ഫെയ്ത്ത് ഇല്ല. ശരിയായിട്ടുണ്ടാവും. പക്ഷെ ആ ഫുൾ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നമുക്കത് അനുഭവിച്ച് നമുക്കത് പറയാം. അപ്പൊ ശ്രീവാസങ്ങൾക്ക് ഫുൾ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഹരിനാമത്തിലും ശാസ്ത്രങ്ങളൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ അതിലൊക്കെ ഫുൾ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വിഷയത്തിൽ ഫുൾ ഫെയ്ത്ത് ഉണ്ടായാൽ, പൂർണ്ണ വിശ്വാസം ഉണ്ടായാൽ, അപ്പോൾ നമ്മൾ അത് അക്ഷരം പ്രതി അനുസരിക്കും. ഇപ്പൊ നമ്മളൊക്കെ ഫുള്ളായിട്ട് അനുസരിക്കുന്നില്ല. നമുക്ക് കുറെ നമ്മുടെ മൈൻഡ് കുറെ ഓക്കുപേഷൻ ഉണ്ട്. നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എത്ര തോട്ട്സ് ആണ് വരുന്നത്. പക്ഷെ ശ്രീവാസ് ഠാക്കൂർ പോലെ പ്യോർ ഡിവോട്ടീസിന് അങ്ങനെയല്ല. അവർക്ക് ഫുള്ളായിട്ട് അവരുടെ മൈൻഡ് ഭഗവാന്റെ ലീലകളാണ് ഭഗ്നമായിട്ടുള്ളത്. അവർക്ക് വേറെ ഏതൊരു ചിന്തയും അല്ല. അപ്പോ ഒരു വ്യക്തി എപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പൊ നമുക്ക് തന്നെ തോന്നും അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ആരെങ്കിലും ഒരു ഫ്രണ്ട് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. എപ്പോഴും ഫോർ എക്സാമ്പിൾ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യും. എപ്പോഴും അമ്മയുടെ ചിന്ത എന്താ? മക്കൾ എന്ത് കഴിക്കും, അതാണ് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണം, അവർക്ക് ഇഷ്ടമുള്ള പോലെ വീട് റെഡിയാക്കണം, അവർക്ക് ഡ്രസ്സ് എല്ലാം. എപ്പോഴും മദർ എപ്പോഴും മക്കളെ കുറിച്ച് ഓർത്തിരിക്കും. അപ്പൊ അതാണ് ഒരു എക്സാമ്പിൾ എന്ന പോലെ. അപ്പൊ അത് ഒരു അംശമാണ്. ഭക്തന്മാരൊക്കെ 100% എപ്പോഴും ഭഗവാനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സോ അത്ര ഉള്ള ഒരു നമുക്ക് ആ ലെവലിലേക്ക് പോവാണെങ്കിൽ, എനിക്ക് ആ ലെവലിലേക്ക് പോകണം, എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോ നമുക്ക് ഇതുപോലെ ഉള്ള വൈഷ്ണവന്മാർ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പൊ അതുപോലെ ചെയ്ത വൈഷ്ണവന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആ ഒരു ശക്തി ഉണ്ട്. ഭക്തിനാഥ് ഠാക്കൂർ പറയുന്നുണ്ട്, കൃഷ്ണ ശ്രീ തോമാർ കൃഷ്ണ ദീത്തെ പാരോ തോമാര ശക്തി ആച്ചെ. വൈഷ്ണവനെ കുറിച്ച് എല്ലാ വൈഷ്ണവന്മാരുടെ വന്ദന ഭക്തിനാഥ് ഠാക്കൂർ പാട്ട് എഴുതിയിട്ടുണ്ട്. ഗുരുവിനും വൈഷ്ണവർക്കും എങ്ങനെ വന്ദിക്കണം. അപ്പൊ ആ പാട്ടില് ഭക്തിനാഥ് ഠാക്കൂർ പറയുന്നുണ്ട്, കൃഷ്ണസെ തോമാർ, കൃഷ്ണൻ നിങ്ങളുടേതാണ്. വൈഷ്ണവന്മാരോട് പറയുന്നുണ്ട്, പ്യുവർ ഡിവോട്ടീസ്, കൃഷ്ണ ബിലോങ്സ് ടു ദം, കൃഷ്ണൻ അവരുടെയാണ്. കൃഷ്ണസെ തോമാർ കൃഷ്ണ ജീത്തെ പാരോ. അപ്പൊ കൃഷ്ണൻ നിങ്ങളുടേതാണ്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് കൃഷ്ണൻ തരാൻ പറ്റും. സോ എനിക്ക് കൃഷ്ണൻ തരൂ, പ്ലീസ് ഗിവ് മീ ലവ് ഫോർ കൃഷ്ണ. കൃഷ്ണൻ പ്രതി ആ ഒരു ലവ് നിങ്ങൾക്കുണ്ട്, അത് എനിക്ക് നിങ്ങൾ തരൂ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഇപ്പൊ മഹാവൈഷ്ണവ ശ്രീവാസ് ഠാക്കൂറിനെ പോലെ വൈഷ്ണവന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച അപ്പൊ അവർ അനുഗ്രഹിച്ചാൽ നമുക്ക് കൃഷ്ണപ്രേമ കിട്ടും. കൃഷ്ണൻ നമുക്ക് എപ്പോഴും ഭഗവാൻ കൃഷ്ണനെ ഓർക്കാൻ ആ ഒരു മൈൻഡ്, ആ ഒരു എന്താ പറയാ, മൈൻഡ് സെറ്റ്, സ്ട്രെങ്ത്, അതിന് ഒരു ബലം വേണം. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അത് കൊണ്ടുവന്ന് ഭഗവാന്റെ ചരണത്തിൽ വെക്കാൻ ഒരു ശക്തി വേണം. ആ ശക്തി ഡെഡിക്കേഷൻ, അതെ, ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷനും അത് വൈഷ്ണവന്മാർ നമുക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് അവരോട് പ്രാർത്ഥിക്കണം. നമുക്ക് നമുക്ക് നിങ്ങൾ ഒക്കെ പഞ്ചതത്വന ഫോട്ടോ വെക്കാം വീട്ടില്. മായാപൂരിലെ പഞ്ചതത്വം ഉണ്ട്. അപ്പൊ അതിൽ ശ്രീവാസ് ഠാക്കൂർ റൈറ്റ് കോർണർ, നമ്മുടെ റൈറ്റ് കോർണറിൽ ശ്രീവാസ് ഠാക്കൂർ ഇങ്ങനെ കൈ കുപ്പിയിട്ട് ഒരു ഡേറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലെ പഞ്ചതത്വ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. പഞ്ചതത്വയോട് തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പഞ്ചതത്വ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈത ആചാര്യ, ഗദാധർ പണ്ഡിറ്റ്, ശ്രീവാസ് ഠാക്കൂർ ഇവരൊക്കെ അവതരിച്ച് വന്നത് ഈ ഹരിനാമം തരാൻ വേണ്ടിയിട്ടും എല്ലാ ജീവകളെയും എല്ലാ
ഈ കലിയുഗത്തിന്റെ പൊതുജനങ്ങളൊക്കെ ശുദ്ധ ഭക്തനായിട്ട് മാറ്റാൻ വേണ്ടിയാണ് പരിശുദ്ധ വന്നിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് നല്ലപോലെ ചാൻറ്റിങ് ചെയ്യാൻ ശക്തി തരണേ, എനിക്ക് എൻ്റെ മൈൻഡ് എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കാൻ ഒരു ശക്തി തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ അപ്പൊ അവര് വളരെ ഹാപ്പിനെസ്സോടെ നമുക്ക് തരും. അത് അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ശ്രീവാസ് ഠാക്കൂർക്ക് ഇതുപോലെ ഒരു പ്രേയർ, ഇതുപോലെ ഒരു ആവശ്യത്തോടെ ആര് വരുമെന്ന് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ പ്രാർത്ഥിച്ചാൽ അവർ വളരെ സന്തോഷത്തോടെ ആ ബ്ലെസ്സിങ് നമുക്ക് തരും. പക്ഷെ നമുക്ക് ജെനുവിൻലി സിൻസിയറായിട്ട് പ്രാർത്ഥിക്കണം. സിൻസിയറായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് അത് നമുക്ക് ആ ഭഗവാൻ മഹാപ്രഭുവോട്, നിത്യാനന്ദത്തോട് പ്രാർത്ഥിച്ചാൽ അപ്പോൾ നമുക്ക് ഒരു സിൻസിയർ, ഒരു ശരിക്കും ഉള്ള ഒരു ഡെവലപ്മെന്റ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് കാണാം. പ്രഭുപാദ് ആ പാട്ട് അത് നരോത്തം ദാസ് ഠാക്കൂർ എഴുതിയ പാട്ടാണ്. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാകരോ മോരെ. എന്നും രാവിലെ നമ്മുടെ ഇപ്പൊ 7 മണിക്ക് മായാപൂരിലെ ദർശനാർത്ഥി നടക്കും. അതായത് ഈ ദിവസത്തെ ഡ്രസ്സൊക്കെ ഭഗവാൻ നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ട് ഫ്ലവർ ഗാർലൻഡ് എല്ലാം അണിയിച്ചിട്ട് ഫസ്റ്റ് ആൾട്ടർ തുറക്കും. അപ്പൊ ഈ പാട്ടാണ് പാടുന്നത്, ഈ വൈഷ്ണവ ഭജൻ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാകരോ മോരെ, മോസമ്മ പതിത പ്രഭു നായിബേ. അപ്പോ ആ പാട്ടിൽ നടത്തുന്ന ദർശകർ പറയുന്നുണ്ട് മഹാപ്രഭുവോട്, ഹേ ചൈതന്യ മഹാപ്രഭു ദയാകരോ മോരെ, എന്റെ പ്രതി കരുണ കൊടുക്കൂ. എന്തിനാ? മോസമ്മ പതിത്ത പ്രഭു നായി, എന്നെ പോലെ ഒരു പാപ്പി, എന്നെ പോലെ ഒരു വളരെ മോശമായ വ്യക്തി നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. അപ്പൊ എന്തിനാ ഇത്ര മോശമായ ഒരു വ്യക്തിക്ക് ഞാൻ കരുണ കൊടുക്കുന്നത്? ഞാൻ എന്തിനാ കൃപ കൊടുക്കണം? അങ്ങനെ ചോദിച്ചാ പതിത പാവന ഹേതു തവ അവതാർ, നിങ്ങളുടെ അവതാരം തന്നെ എന്തിനാ നിങ്ങൾ അവതരിച്ചത്? ഹേതു, വാട്ട് ഈസ് ദ കോസ്? നിങ്ങൾ അവതാരം ചെയ്യാൻ എന്തോ ഒരു റീസൺ, എന്താണ് കാരണം? പതിത പാവന ഹേതു, വളരെ മോശമായ വ്യക്തിനെ ഉദ്ധാരം ചെയ്യാൻ, ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് കൃഷ്ണപ്രേമ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അവതരിച്ചത്. നിങ്ങളുടെ പേര് പതിത പാവനാണ്. അപ്പൊ ഏറ്റവും താഴ്ന്ന വ്യക്തികൾക്കാണ് നിങ്ങൾ കരുണ കൊടുക്കുന്നത്. അതുകൊണ്ട് പതിത പാവന ഹേതു തവ അവതാർ മോസമ്മ പതിത പ്രഭു നാപ്പായിവേ. അതുകൊണ്ടാണ് പറയുന്നത്, എന്നെ പോലെ ഒരു മോശമായ വ്യക്തി വേറെ ആരില്ല. അപ്പൊ ആദ്യം നിങ്ങൾ എനിക്കാണ് മർസി തരേണ്ടത്. അങ്ങനെ നടത്തുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പാട്ടില്, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു പാട്ടില് പരിസരത്തില് ഓരോരുത്തർക്കും ഓരോരോ പ്രാർത്ഥന ഉണ്ട്. പറയുന്ന ഹാഹാ പ്രഭു നിത്യാനന്ദ പ്രേമാനന്ദ സുഖി, കൃപ കൊറോ കരുണ കൊറോ ആമി ബോട ദുഃഖി. നിത്യാനന്ദ പ്രഭു, നിങ്ങളുടെ പേര് തന്നെ നിത്യാനന്ദനാണ്. എപ്പോഴും നിങ്ങൾ ആനന്ദത്തിലാണ്, നിത്യമായിട്ട് ആനന്ദത്തിലാണ് നിങ്ങൾ. ആഹാ പ്രഭു നിത്യാനന്ദ പ്രേമാനന്ദ സുഖി, എന്തൊരു ആനന്ദം? കൃഷ്ണ പ്രേമയുടെ ആനന്ദം. പ്രേമാനന്ദ സുഖി, എപ്പോഴും സുഖിയാണ്, എപ്പോഴും സുഖത്തിലാണ്, എപ്പോഴും ആനന്ദത്തിലാണ്. കൃപ കൊറോ കരുണ കൊറോ ആമി ബോട ദുഃഖി, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ പ്രതി കൃപ ചെയ്യൂ. ഞാൻ വളരെ ദുഃഖിയാണ്, നിങ്ങൾ സുഖിയാണ്, നിങ്ങൾ ആനന്ദത്തിലാണ്, ഞാൻ വളരെ കഷ്ടത്തിലാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ കൃപ ചെയ്യൂ. പിന്നെ നെക്സ്റ്റ് അദ്വൈത ആചാര്യോട് പ്രാർത്ഥിക്കുന്നുണ്ട് നരോത്തം ദാസ് ഠാക്കൂർ. ദയാകരോ സീതാപതി അദ്വൈത ഗോഷായി. അദ്വൈത ആചാര്യയുടെ വൈഫാണ് സീത ഠാക്കൂറാണി. അപ്പൊ സീതാപതി എന്ന് വിളിക്കുന്നുണ്ട് അദ്വൈത ആചാര്യൻ. ദയാകരോ, ഇത്തിരി ദയ കൊടുക്കൂ സീതാപതി അദ്വൈത ഗോഷായി. എന്ത് നിങ്ങളുടെ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? തവ കൃപ ബോലെ പായ് ചൈതന്യ നിതായ്, നിങ്ങളുടെ ആ ഒരു കൃപയുടെ ബലത്തിലാണ് എനിക്ക് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു കിട്ടും. അപ്പൊ നമുക്ക് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുയുടെ ആശ്രയം, അവരുടെ ഒരു മർസി കിട്ടണമെങ്കിൽ നമുക്ക് അദ്വൈതാചാര്യന്റെ കൃപ വേണം. അതാണ് റൈറ്റ് ചാനൽ. അപ്പോ പ്രാർത്ഥിക്കുന്നുണ്ട് തവ കൃപ ബലേപ്പായി ചൈതന്യ. അപ്പൊ അങ്ങനെ നർമ്മസ്വരി പാട്ടില് ഓരോരുത്തരോടും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്ക് പഞ്ചതത്വന്റെ ഫോട്ടോ വെച്ചിട്ട്, എന്തിനാ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഈ ജയശ്രീ കൃഷ്ണ മന്ത്രം പറയുന്നുണ്ട്.
ബിക്കോസ് നമുക്ക് പഞ്ചതത്വന്റെ മർസി കിട്ടിയാലേ നമുക്ക് ഈ ഹരിനാമം പ്രോപ്പർ മൈൻഡ് സെറ്റിൽ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ വൈഷ്ണവ ആചാര്യന്മാരുടെ ലീലകൾ കേട്ടിട്ട് അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നമുക്ക് അവരോട് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിരുന്നു, അതുപോലെ എനിക്കും ആവണമെന്നുള്ള ആഗ്രഹമുണ്ട്, അപ്പോൾ നിങ്ങൾ തന്നെ എനിക്ക് ആ ബ്ലെസ്സിങ് തരൂ, എനിക്ക് അങ്ങനെ ആവണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശ്രീവാസ് ഠാക്കൂറിനെ പോലെ ഒരു ദൃഢവിശ്വാസം ഉണ്ടാവണം. ശ്രീവാസ് ഠാക്കൂർ നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എങ്ങനെ ഭഗവാൻ പ്രതിയും ഭാഗവതം ഭഗവാന്റെ ആ ഗ്രന്ഥങ്ങൾ പ്രതിയും എങ്ങനെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നോ അതുപോലെ എനിക്കും ആ വിശ്വാസം കിട്ടണം. ശ്രദ്ധ, ഈ ഫെയ്ത്ത് ആണ് നമ്മുടെ ഭക്തി ജീവിതത്തിന്റെ ആദ്യം സ്റ്റെപ്പ്. ആ ഫെയ്ത്ത് ഫുള്ളായിട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് നമുക്ക് പോവാൻ കഴിയും, അഡ്വാൻസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ആ ഫെയ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിദ്ധാന്ത ബോലിയ വിശ്വാസ്, അതാണ് ഈ സംസ്കൃത ശബ്ദം ഈ ഫെയ്ത്തിന് വേണ്ടി. മലയാളത്തിലും അതാണ്, അതെ വിശ്വാസമല്ലേ ഫെയ്ത്തിന് വേണ്ടി മലയാളത്തിലും. സോ വിശ്വാസ്, ഈ ശബ്ദത്തിന് അർത്ഥം എന്താണ് ആർക്കെങ്കിലും അറിയാവോ? എങ്ങനെ ഈ ശബ്ദം വന്നു വിശ്വാസ്? വിശ്വത്തിന്റെ അധിപൻ അങ്ങനെ തുടങ്ങുന്നില്ലേ? വിശ്വാസ് രണ്ട് ശബ്ദമാണ്. സോ ശ്വാസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ ശ്വാസം വിടുന്നതല്ലേ, അതാണ് സംസ്കൃതത്തിലും കാറ്റിനും ശ്വാസം എന്ന് പറയും. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ശ്വാസത്തിന് പ്രതി ഒരു ഫെയ്ത്ത് ഉണ്ടല്ലോ, നമുക്കത് ഇന്നേറ്റാണ്. അതായത് ഇപ്പൊ എനിക്ക് ശ്വാസം വിടണം, ജീവിക്കണമെങ്കിൽ എനിക്ക് ശ്വാസം വിടണം, വിട്ടു, ഇപ്പൊ നെക്സ്റ്റ് ശ്വാസം വിടണം, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അത് മാട്ടുക ഇറ്റ്സ് ഗോയിങ് ഓൺ, നമ്മൾ എപ്പോഴും ശ്വാസിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ആ ഒരു ഫുൾ ഫെയ്ത്ത് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ ശ്വാസം വിട്ടു, അടുത്ത ശ്വാസം എനിക്ക് വിടാൻ കഴിയും എന്ന ആ ഒരു ഫെയ്ത്ത് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ആ ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു വിഷയത്തിനെ പറ്റി ഫെയ്ത്ത് ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് എത്ര ഫെയ്ത്ത് നമ്മുടെ ശ്വാസത്തിലുണ്ടോ അത്ര ഫെയ്ത്ത് ഉണ്ടാവണം. അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ശ്വാസം എങ്ങനെ നമ്മുടെ വി ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്, അത് അത്രയ്ക്ക് നമ്മളുടെ കൂടെ ഇണഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉൾമനസ്സിൽ അങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഹാബിറ്റാണ്, എപ്പോഴും ശ്വാസം വിടുന്നതും ശ്വാസം ടേക്ക് ആൻഡ് എക്സേൽ, ആ ഒരു പ്രോസസ്, ശ്വാസം വിടുന്ന പ്രോസസ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കൂടെ പോലെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്റേണലി നമ്മുടെ ആൾ മനസ്സിൽ അത് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അതിലൊരു ശ്ലോകം ഉണ്ടല്ലേ, നിശ്വാസ ഒരു ശ്ലോകം ഇല്ല അതിന്റെ? യെസ്, ശ്ലോകമുണ്ട്. സോ അതുപോലെ നമുക്ക് ഭക്തി ഉണ്ടാവുന്നു. അപ്പോൾ അത് നമ്മുടെ അത്രയ്ക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സോടെ ഇണഞ്ഞിട്ട് അത് ദാറ്റ് ഷുഡ് ബിക്കം അവർ നേച്ചർ. എങ്ങനെ നമുക്ക് ശ്വാസം വിടുന്നത് നമ്മുടെ നേച്ചർ ആണോ അതുപോലെ ഭക്തി നമ്മുടെ നേച്ചറായി മാറും. അപ്പൊ അതാണ് വിശ്വാസ് ശബ്ദം യൂസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയ്ക്ക് ഫെയ്ത്ത് നമുക്ക് ഉണ്ടാവും. അത്രയ്ക്ക് ഫെയ്ത്ത് ഉണ്ടായിട്ട് ആ ഫെയ്ത്ത് വെച്ച് നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ഭക്തി നമ്മുടെ സെക്കൻഡ് നേച്ചറായിട്ട് മാറും. അതല്ലേ നമ്മുടെ ജീവാത്മാവിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് തന്നെ അതാണ്. നമ്മളൊക്കെ എന്താ ജീവാത്മാ ആണ്, വി ആർ ദ സോൾ, അതെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ആത്മാവാണ്, ഈ ശരീരമല്ല. ഞാൻ ആത്മാവാണ്. അപ്പൊ ആത്മാവായിട്ട് എന്തോ ഒരു നേച്ചർ എന്താണ്? നേച്ചർ സച്ചിദാനന്ദ വിഗ്രഹ. അപ്പോ സച്ചിദാനന്ദ വിഗ്രഹ ആ എറ്റേർണൽ സോളിന്റെ ഹാബിറ്റ് എന്താണ്? കൃഷ്ണേര നിത്യദാസ്. അതാണ് നമ്മുടെ ഒരു ഇന്നേറ്റ് ക്വാളിറ്റി, നമ്മുടെ ക്വാളിറ്റിയാണ് അത്. നമ്മൾ കൃഷ്ണന്റെ നിത്യദാസനാണ്. അപ്പൊ അത് ചെയ്താല് നമ്മൾ നമ്മുടെ യഥാ രൂപത്തിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇപ്പൊ നമ്മളൊക്കെ തെറ്റായ ഒരു ധാരണയിലാണ് ഉള്ളത്. ഞാൻ ഈ ശരീരമാണ്, ഇതാണ് എൻ്റെ അമ്മ, അപ്പ, ഹസ്ബൻഡ്, ബേബി,
ഇതൊക്കെ നമുക്ക് ആൻഡ് അതുകൊണ്ട് ഈ ശരീരത്തിന് സ്വരൂപം വേണ്ടി മാതിരി സ്വരൂപം സ്വരൂപം, നമ്മുടെ സ്വരൂപമാണ് ഭഗവാന്റെ ദാസൻ. അപ്പോ ഇപ്പൊ നമ്മൾ ഇത്രയ്ക്ക് കവറിങ് ഉണ്ട് നമ്മുടെ മേലിൽ, നമുക്ക് ആ ഒരു സ്വരൂപം നമുക്ക് വി ആർ ഫർഗോട്ടൻ നൗ. അതിന്റെ മുകളിൽ ഇത്ര കവറിങ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുമ്പോൾ, ദൃഢവിശ്വാസത്തോടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം ചെയ്യുമ്പോൾ ഈ കവറിങ് ഒക്കെ പോകുന്നുണ്ട്. ചേതോ ദർപ്പണ മാർജനം ഭവമഹാതാവാഗ്നി നിർവാപണം. നമ്മുടെ ആ ഹൃദയത്തിന്റെ ഒരു കണ്ണാടി പോലെയാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഇത്ര ഡസ്റ്റും ഇത്ര അഴുക്കും ഇത്ര കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഹരിനാമം ചെയ്യുമ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് പോകും. വാഷ് ചെയ്ത് പോയിട്ട് നമുക്ക് നമ്മുടെ സ്വരൂപത്തിന്റെ റിഫ്ലക്ഷൻ നന്നായിട്ട് കാണാം. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ ശ്രീവാസ് ഠാക്കൂറിനെ പോലെ നമുക്ക് ആ ദൃഢവിശ്വാസത്തോടെ എപ്പോഴും ഭഗവാനെ കുറിച്ച് വളരെ ഈസി ആയിട്ട്, നമുക്ക് അത്രയ്ക്ക് പ്രയാസം ചെയ്യണം. ഇപ്പൊ എത്രയ്ക്ക് നമുക്ക് പ്രയത്നം ചെയ്യുന്നുണ്ടോ ചാറ്റിങ് ചെയ്യുമ്പോൾ മൈൻഡിനെ കൊണ്ടുവരാൻ വേണ്ടി, അപ്പോൾ നമുക്ക് അത്രയ്ക്ക് പ്രയാസം ചെയ്യണ്ട. വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും ഭഗവാന്റെ പ്രതി പോകും. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ, ഇങ്ങനെയാണ് നമുക്ക് ശ്രീവാസ് ഠാക്കൂറോട് പ്രാർത്ഥിക്കണം. ഇതുപോലെ എല്ലാ വൈഷ്ണവന്മാരോടും പ്രാർത്ഥിക്കണം. അവരുടെ മെർസി ഉണ്ടായിട്ട് ആ മെർസി കൊണ്ട് നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് നമുക്ക് അഡ്വാൻസ് ചെയ്യും. ഓക്കെ, ഹരേ കൃഷ്ണ 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 നാ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ശ്രീവാസ്